ഫാസ്റ്റ് ലൈൻ ആവണമെന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങേണ്ടി വരും. സ്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണമെന്നുള്ളത് അത് തെറ്റാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. സ്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ജോലി മാത്രം, ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് മാത്രമല്ല. ബിസിനസ് ആണെന്നുണ്ടെങ്കിലും സ്ലോ ലൈനും ആവാം ഫാസ്റ്റ് ലൈനും ആവാം. ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും അത് സ്ലോ ലൈനും ആവാം ഫാസ്റ്റ് ലൈനും ആവാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡോക്ടർ അയാൾ ചെയ്യുന്ന സംഭവം ഇപ്പോൾ എന്താണ്? സ്ലോ ലൈനാണ്. അതായത് ക്ലയൻറ്റുകളെ നോർമൽ രീതിയിൽ ഓഫ് ലൈൻ ആയിക്കാണ്ട് ഒരു ക്ലിനിക്ക് കിട്ടാണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്? ഇൻകത്തിനൊരു ക്യാപ്പ് ഉണ്ട്. അതായത് എത്ര ക്ലയൻറ്റുകളെ നമുക്ക് ഒരേ സമയം ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇതേ ഡോക്ടർ പുതിയൊരു മെഡിക്കൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അതിനുള്ള മെഷീനറിയും അതിനുള്ള മെഡിസിനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂപ്പരന്നെ സ്വന്തം പഠിച്ചുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വിചാരിച്ചോ. അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൂപ്പർ അതിൻ്റെ പാറ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ സംഭവം കത്തിക്കഴിഞ്ഞാൽ വൈറലായി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മൂപ്പർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയും അപ്പോൾ മൂപ്പർ എന്തായി? ഫാസ്റ്റ് ലൈനിലേക്ക് മാറി. അവിടെ മൂപ്പർ ഒരിക്കലും എന്തല്ല പിന്നീട് ടൈം ട്രേഡ് ചെയ്താണ്ടല്ല പണിയെടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എത്ര ബിസിനസ്സുകൾ കാണുന്നുണ്ടാവും. നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ സൈഡിൽ ബാഗുകളും കുടകളും ചെരുപ്പും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകൾ, ഇതൊക്കെ ബിസിനസ്സാണ് എന്ന് കരുതി ഇത് ഫാസ്റ്റ് ലൈൻ ആവില്ല. ഇതിനൊക്കെ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ റവന്യൂവിന് ഒരു ക്യാപ്പ് ഉണ്ടാവും. അതിന് മുകൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ബിസിനസ് ആണെന്ന് കരുതി ഫാസ്റ്റ് ലൈൻ ആവുന്നോ, ജോബ് ആണെന്ന് കരുതി സ്ലോ ലൈൻ ആവുന്നില്ല. രണ്ടും നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും.